പ്രധാനമന്ത്രി പ്രസംഗം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുകയാണ്. CPM വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ കേസ് പരിഗണിക്കുമ്പോൾ ബൃന്ദ കാരാട്ടിന്റെ അഭിഭാഷകൻ വിഷയം കോടതിയിൽ ഉന്നയിക്കും എന്നാണ് വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലഗോപാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഇക്കാര്യത്തിൽ പരാതി ചെന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യമായ നടപടികളൊന്നും എടുത്തിരുന്നില്ല. ഒരുപക്ഷെ രാജ്യം തന്നെ ഞെട്ടിയ തരത്തിലുള്ള ഒരു പ്രസംഗമാണ്. ഈ കാര്യത്തിൽ CPM-ന്റെ ഈ ആവശ്യം കോടതി അംഗീകരിച്ചോ? കോടതിയിൽ ഇന്ന് ഈ വിഷയം ഉന്നയിക്കുവാനാണ് ബൃന്ദ കാരാട്ടിന്റെ അഭിഭാഷകർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ ഈ രാജ്യത്തെ വിദ്വേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹർജികളിൽ ഒന്ന് ബൃന്ദ കാരാട്ടിന്റെ ഹർജിയാണ്. ബൃന്ദ കാരാട്ട് നേരത്തെ തന്നെ ഈ വിദ്വേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷിയാണ്. അവരുടെ ഹർജി ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നത്. ഇത് പരിഗണനയ്ക്ക് വരുമ്പോഴാണ് മോദി രാജസ്ഥാനിൽ മുസ്ലിം മതവിഭാഗത്തിനെതിരായി നടത്തിയ ഈ പരാമർശം അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രധാനമന്ത്രിക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുവാൻ വേണ്ടി ഇപ്പോൾ ബൃന്ദ കാരാട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ബൃന്ദ കാരാട്ടിന്റെ അഭിഭാഷകർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മോദിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെ മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ ബൃന്ദ കാരാട്ട് പരാതി നൽകിയിരുന്നു. ആ പരാതി പോലീസ് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. ഇത് സുപ്രീം കോടതി വിധിയുടെ, അതായത് നേരത്തെ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നത് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതി കിട്ടിയാൽ അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുമൊക്കെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിന്റെ ലംഘനമാണ് ഇപ്പോൾ ഈ മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായതെന്നാണ് ഇന്ന് അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോകുന്നത്. സംഭവത്തിന്റെ ഗൗരവസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് കോടതി നേരിട്ട് ഇടപെട്ട് പ്രധാനമന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഇന്ന് അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്യും. ഏതായാലും ഉച്ചയോടുകൂടി ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോടതി എന്ത് പറയും എന്നുള്ളത് വളരെ പ്രധാനമാണ്.